നമസ്കാരം. നമ്മുടെ സബ്ജക്റ്റ് എൻവയൺമെന്റൽ എഞ്ചിനീയറിംഗ്. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇൻടേക്കുകളെ കുറിച്ചാണ് അല്ലെ നോക്കിയത്. ഇൻടേക്ക് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഡിവൈസസ് യൂസ്ഡ് ഫോർ കളക്ടിങ് വാട്ടർ ഫ്രം ദ സോഴ്സ് അല്ലെ. സോഴ്സിൽ നിന്ന്, അതായത് നമ്മുടെ സോഴ്സ് എന്തൊക്കെയാവാം? ലേക്ക്, റിവർ, റിസർവോയർ, കനാല്, ഇങ്ങനെ പല സോഴ്സുകളിൽ നിന്ന് നമ്മൾ വെള്ളം എടുക്കാൻ ഉപയോഗിക്കുന്ന ഡിവൈസ്, അതിനെയാണ് എന്ത് പറയുന്നത്? ഇൻടേക്ക് അല്ലെ. അപ്പൊ ആ ഇൻടേക്കുകളെ കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയത്. ഒരു 4 ടൈപ്പ് ഓഫ് ഇൻടേക്സ് നോക്കി, ഡിപ്പെൻഡിങ് ഓൺ ദ സോഴ്സ് അല്ലെ. ഏത് സോഴ്സിൽ നിന്നാണോ എടുക്കുന്നത് അതിനനുസരിച്ച് 4 ടൈപ്പ് ഓഫ് ഇൻടേക്സ് ഉണ്ട്. അപ്പൊ നമ്മൾ അതിന്റെയൊക്കെ കൺസ്ട്രക്ഷൻ കണ്ടു, എങ്ങനെയാണ് അവരുടെ സ്ട്രക്ചർ എന്നുള്ളത് നമ്മൾ കണ്ടു. പിന്നെ നമ്മൾ നോക്കിയത് എന്തിനെ കുറിച്ചായിരുന്നു? എങ്ങനെ നമുക്ക് വെള്ളം ഒരു സ്ഥലത്തുനിന്ന് മറ്റു സ്ഥലത്തേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യാം അല്ലെ. കൺവെയൻസ് ഓഫ് വാട്ടർ ആണ് നമ്മൾ നോക്കിയത്. അപ്പൊ അതിന് നമ്മൾ 2 ടൈപ്പ് ഓഫ് പൈപ്പുകൾ കണ്ടിരുന്നു. എന്തൊക്കെയാണ്? ഗ്രാവിറ്റി കോൺഡ്യൂട്ടും, കോൺഡ്യൂട്ട് എന്ന് വെച്ചാൽ പൈപ്പ് അല്ലെ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു. അപ്പൊ 2 ടൈപ്പ് ഓഫ് പൈപ്സ് കോൺഡ്യൂട്ട്സ് ഉണ്ട്. ഗ്രാവിറ്റി കോൺഡ്യൂട്ട്, പ്രഷർ കോൺഡ്യൂട്ട്. 2 രീതിയിൽ നമുക്ക് വെള്ളം ട്രാൻസ്പോർട്ട് ചെയ്യാം. ഗ്രാവിറ്റി വഴി അല്ലെങ്കിൽ പ്രഷർ ഫോഴ്സ് വെച്ച് നമുക്ക് ആ പൈപ്പിലൂടെ വെള്ളം ട്രാൻസ്പോർട്ട് ചെയ്യാം. അപ്പൊ ഇതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയത്. ഇനി നമ്മൾ ഈ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിരുന്നു, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പൈപ്പിനെ കുറിച്ചാണ്. പൈപ്പിനെ കുറിച്ച് നമുക്ക് കൂടുതൽ സ്റ്റഡി ചെയ്യാം കേട്ടോ. അപ്പൊ നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് കിടക്കാം. അപ്പൊ പൈപ്പ് മെറ്റീരിയലുകളെ കുറിച്ചാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പൊ പൈപ്പ് മെറ്റീരിയൽസ് ഏതൊക്കെയാണ് എന്നറിയുന്നതിന് മുന്നേ നിങ്ങൾ അറിയേണ്ട കാര്യം എന്താണ്? ഏത് പൈപ്പ് മെറ്റീരിയൽ നമ്മൾ ചൂസ് ചെയ്യണം എന്നുള്ളത് എന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യും നോക്കാം. നമുക്ക് ഓരോന്നായി നോക്കാം. അപ്പൊ സെലക്ഷൻ ഓഫ് ദ പൈപ്പ് മെറ്റീരിയൽ, അതായത് നിങ്ങൾക്ക് പല ടൈപ്പ് ഓഫ് പൈപ്സ് അറിയായിരിക്കും അല്ലെ. പലരും എന്തൊക്കെ പൈപ്പുകൾ കണ്ടിട്ടുണ്ട്? നിങ്ങൾ പൊതുവെ കണ്ടിട്ടുണ്ടാവുക പ്ലാസ്റ്റിക് പൈപ്പ്, PVC പൈപ്പ് അല്ലെ. പിന്നെ അതുപോലെ നമുക്ക് കാസ്റ്റ് അയൺ പൈപ്പുകളുണ്ട്. പിന്നെ അതുപോലെ കോൺക്രീറ്റ് പൈപ്പ് ഉണ്ട്. ഓക്കെ, അങ്ങനെ പല ടൈപ്പ് ഓഫ് പൈപ്സ് ഉണ്ട്. നമുക്ക് ഇന്ന് നോക്കാം. അപ്പോൾ ഈ പൈപ്പുകളൊക്കെ സെലക്ട് ചെയ്യുന്നതിന്റെ അടിസ്ഥാന ഘടകം എന്തൊക്കെയാണെന്നുള്ളത് ആദ്യം പഠിക്കാം. അപ്പോൾ ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ, അതായത് ഏത് പൈപ്പ് മെറ്റീരിയൽ ഉപയോഗിക്കണം എന്നുള്ളത് എന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നു? വാട്ടർ ക്യാരിയിങ് കപ്പാസിറ്റി, എത്രത്തോളം വെള്ളം നമ്മൾ ട്രാൻസ്പോർട്ട് ചെയ്യണം അല്ലെ. കൂടുതൽ വെള്ളം ട്രാൻസ്പോർട്ട് ചെയ്യണമെങ്കിൽ ഒരുപക്ഷെ പ്ലാസ്റ്റിക് പൈപ്പ് നമുക്ക് പോരാതെ വരും. അപ്പൊ നമ്മൾ കോൺക്രീറ്റ് പൈപ്പോ അല്ലെങ്കിൽ ഗാൽവനൈസ്ഡ് അയൺ പൈപ്പ് ഒക്കെ ഉപയോഗിക്കേണ്ടി വരും. പിന്നെ അതുപോലെ ഡ്യൂറബിലിറ്റി, എത്ര കാലത്തേക്കാണ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത് അല്ലെ. പ്ലാസ്റ്റിക് പൈപ്പൊക്കെ പെട്ടെന്ന് പൊട്ടാൻ സാധ്യതയുണ്ട്. പിന്നെ അതുപോലെ നമ്മൾ ഈ മണ്ണിന്റെ അടിയിലൂടെ കൊടുക്കുന്ന പൈപ്പാണെങ്കിൽ കുറേയും കൂടെ അതിന് ടെൻഷൻ ഒക്കെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാനുള്ള കഴിവുണ്ടായിരിക്കണം അല്ലെ. കുറച്ചും കൂടെ മണ്ണിന്റെ ഒക്കെ ഒരു പ്രഷർ വരും. അപ്പൊ ആ പ്രഷറൊക്കെ താങ്ങാൻ സാധിക്കുന്ന മെറ്റീരിയൽ ആയിരിക്കണം അല്ലെ. പിന്നെ അതുപോലെ അതിന്റെ സ്ട്രെങ്ത്, നമ്മൾ എത്ര സ്ട്രെങ്ത് ആണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഇനിഷ്യൽ കോസ്റ്റ് ആൻഡ് മെയിൻ്റനൻസ് കോസ്റ്റ്, അപ്പൊ നമ്മുടെ കയ്യിലുള്ള ബഡ്ജറ്റ് നോക്കിയിട്ടേ നമുക്ക് പൈപ്പ് മെറ്റീരിയൽ തീരുമാനിക്കാൻ സാധിക്കും. പിന്നെ അതുപോലെ ക്വാളിറ്റി ഓഫ് വാട്ടർ ടു ബി കൺവേഡ് ആൻഡ് ഇറ്റ്സ് കൊറോഷൻ എഫക്റ്റ്. കൊറോഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? തുരുമ്പിക്കാൻ സാധ്യത അല്ലെ. അപ്പൊ ഇവ പ്ലാസ്റ്റിക് പൈപ്പ് ഒക്കെ ആണെങ്കിൽ തുരുമ്പിക്കില്ല. നേരെ മറിച്ച് നമ്മൾ അയൺ പൈപ്പ് ഉപയോഗിക്കുകയാണ്, അങ്ങനെയൊക്കെ അതിലൊക്കെ തുരുമ്പിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അത് ശ്രദ്ധിക്കണം. നമുക്ക് എത്ര ക്വാളിറ്റിയിലാണ് വെള്ളം എത്തിക്കേണ്ടത്, എത്രത്തോളം ക്വാളിറ്റി വേണം, അതിന്റെ അടിസ്ഥാനത്തിലും നമ്മുടെ പൈപ്പിന്റെ മെറ്റീരിയലിൽ മാറ്റം വരും.
പിന്നെ അതുപോലെ അവൈലബിലിറ്റി ഓഫ് മെറ്റീരിയൽ ആൻഡ് ഈസ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ. നമുക്ക് ഈ മെറ്റീരിയൽ, നമ്മൾ ഏത് മെറ്റീരിയൽ ആണോ സെലക്ട് ചെയ്യുന്നത് അത് നമുക്ക് ലഭ്യമാവണം അല്ലേ, അടുത്ത് തന്നെ ലഭ്യമാവണം. കുറെ ദൂരെ ആണെങ്കിൽ എന്ത് പറ്റും, അതിന്റെ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് കൂടും. അതുകൊണ്ട് കഴിയുന്നതും നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസ് വേണം നമ്മൾ സെലക്ട് ചെയ്യാൻ അല്ലേ. അപ്പൊ ഇതാണ് കുറച്ച് ക്രൈറ്റീരിയാസ് ഫോർ ദ സെലക്ഷൻ ഓഫ് പൈപ്പ് മെറ്റീരിയൽ. ഏത് പൈപ്പ് മെറ്റീരിയൽ വേണം എന്നുള്ളത് സെലക്ട് ചെയ്യാനുള്ള ക്രൈറ്റീരിയാസ്. പിന്നെ നമ്മുടെ മാനുവൽ ഓൺ വാട്ടർ സപ്ലൈ ആൻഡ് ട്രീറ്റ്മെന്റ് പബ്ലിഷ്ഡ് ബൈ ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ recommends the size of pipe to be provided as per the following norms. അപ്പൊ നമ്മൾ ഏത് സൈസിലുള്ള പൈപ്പ് കൊടുക്കണം അതും ഇമ്പോർട്ടന്റ് ആണ് അല്ലേ. നമ്മളിപ്പോ വീടുകളിലാണെങ്കിൽ നമുക്കറിയാം ചെറിയ പൈപ്പ് ലൈൻസ് ആണ്. ഇപ്പൊ നിങ്ങളുടെ വീട്ടിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവുന്ന പൈപ്പ് വളരെ ചെറിയ ഡയമീറ്റർ ആണ് അല്ലേ. നേരെ മറിച്ച് പബ്ലിക് സപ്ലൈസിലൊക്കെ ഒരുപാട് വലിയ വലിയ പൈപ്പ് ലൈൻസ് ആണ് നമ്മൾ കാണുന്നത് അല്ലേ. ഒരുപാട് ജനങ്ങൾക്ക് വെള്ളം കൊടുക്കേണ്ടതാണ്, അതുകൊണ്ട് അതിന്റെ ഡയമീറ്ററും അതുപോലെ വലുതായിരിക്കും. അപ്പൊ നമ്മുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ പബ്ലിഷ് ചെയ്ത മാനുവൽ ഉണ്ട്. അപ്പൊ ആ മാനുവൽ പ്രകാരം പറയുന്നത് ഫോർ പോപ്പുലേഷൻ ബിലോ 50,000, 50,000 പോപ്പുലേഷനിൽ താഴെയാണ് ആ ഒരു ടൗണിന്റെ പോപ്പുലേഷൻ എങ്കിൽ പൈപ്പിന്റെ ഡയമീറ്റർ എത്രയായിരിക്കണം, 100 mm, അതായത് ഒരു 10 സെന്റിമീറ്റർ ഡയമീറ്റർ ഉള്ള പൈപ്പ് ലൈൻ. നേരെ മറിച്ച് എബവ് 50,000 ആണെങ്കിൽ 15 സെന്റിമീറ്റർ എങ്കിലും വേണം പൈപ്പിന്റെ ഡയാമീറ്റർ കേട്ടോ. ഇനി നമുക്ക് ഏതൊക്കെ മെറ്റീരിയൽസ് ഉപയോഗിക്കാം ഒരു പൈപ്പ് ലൈനിന്? മെറ്റീരിയൽസ് യൂസ്ഡ് ഫോർ പൈപ്പ് ലൈൻ അത് നിങ്ങൾക്ക് അറിയാം, കുറെയൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന മെറ്റീരിയൽസ് തന്നെയാണ്. കാസ്റ്റ് അയൺ അല്ലെ, അയൺ പൈപ്പുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, വലിയ ഡയമീറ്റർ ഉള്ള കാസ്റ്റ് അയൺ പൈപ്സ് അല്ലേ. പിന്നെ അതുപോലെ സ്റ്റീൽ പൈപ്പ്, കോൺക്രീറ്റ് പൈപ്പ്, ആസ്ബസ്റ്റോസ് പൈപ്പ്, ഗാൽവനൈസ്ഡ് അയൺ പൈപ്പ്. ഇത് രണ്ടും വേറെയാണ് കേട്ടോ, കാസ്റ്റ് അയണും ഉണ്ട് ഗാൽവനൈസ്ഡ് അയണും ഉണ്ട്. അതെല്ലാം നമുക്ക് നോക്കാം. പിന്നെ അതുപോലെ പ്ലാസ്റ്റിക് പൈപ്പ്. അപ്പൊ ഈ 6 പൈപ്പുകളെ കുറിച്ചാണ്, ഈ 6 പൈപ്പ് മെറ്റീരിയലുകളെ കുറിച്ചാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ഓരോ പൈപ്പിനെ കുറിച്ചും നമ്മൾ പറയും, അതിന്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്, ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോ ഇതൊക്കെ എനിക്ക് പറഞ്ഞു തരാനേ പറ്റൂ, പഠിക്കേണ്ടത് നിങ്ങളാണ്. കാരണം ഇത് പോയിന്റ്സ് ആണ്, ഓരോ പോയിന്റും നിങ്ങൾ മറക്കാതെ പഠിക്കണം. കാരണം ക്വസ്റ്റ്യൻസ് ഏത് രീതിയിൽ വേണമെങ്കിലും അവർക്ക് ചോദിക്കാം. ഒരുപക്ഷെ ഒരു പൈപ്പിനെ കുറിച്ച് ചോദിക്കാം, അതിന്റെ അഡ്വാൻറ്റേജ് ഡിസഡ്വാൻറ്റേജ് എന്തൊക്കെയാന്ന് ചോദിക്കാം, അല്ലെങ്കിൽ ഏതൊക്കെയാണ് ഡിഫറെന്റ് പൈപ്പ് മെറ്റീരിയൽസ് എന്ന് ചോദിക്കാം. ഓക്കെ, അപ്പൊ കാസ്റ്റ് അയൺ പൈപ്പിനെ കുറിച്ചാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. അപ്പൊ കാസ്റ്റ് അയൺ പൈപ്പ് കണ്ടോ, ആ കാസ്റ്റ് അയൺ പൈപ്പാണ്. ഇറ്റ് ഈസ് മോസ്റ്റ് കോമൺലി യൂസ്ഡ് പൈപ്പ് ഫോർ കൺവേയിങ് വാട്ടർ. വെള്ളം കൺവേ ചെയ്യാൻ, വെള്ളം ഒരു സ്ഥലത്ത് നിന്ന് മറ്റു സ്ഥലത്തേക്ക് എത്തിക്കാൻ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഏത് പൈപ്പാണ്? കാസ്റ്റ് അയൺ പൈപ്സ് ആണ്. അതിനെ CI പൈപ്പ് എന്ന് പറയും. ഷോർട്ട് ആയിട്ട് എന്താ പറയാ? CI പൈപ്പ്, കാസ്റ്റ് അയൺ പൈപ്പ്. It is manufactured by sand molding or centrifugal process. അതൊന്നുമില്ല, ഈ സെൻട്രിഫ്യൂഗൽ പ്രോസസ് എന്നൊക്കെ പറഞ്ഞാല് നമ്മുടെ ആ ഒരു കാസ്റ്റ് അയൺ ഉരുക്കിയിട്ട് നമ്മൾ മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കും. ആ ഒരു ഷേപ്പിലുള്ള മോൾഡ് ഉണ്ടാവും, അച്ച്. അപ്പൊ ആ അച്ചിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുമ്പോൾ ആ ഒരു ഷേപ്പിൽ നമുക്ക് പൈപ്പ് കിട്ടും. It is joined by socket and spigot joint or flanged joint. അപ്പൊ ഈ കാസ്റ്റ് അയൺ പൈപ്പിന് ഒന്നെങ്കിൽ സോക്കറ്റ് ആൻഡ് സ്പൈഗോട്ട് ജോയിന്റ് വഴിയാണ് ജോയിൻ ചെയ്യുന്നത്. അതാണ് സോക്കറ്റ് സ്പൈഗോട്ട്. ഒന്നെങ്കിൽ ഇങ്ങനൊരു കണക്ഷൻ കാണാം, അല്ലെങ്കിൽ നമുക്ക് ഫ്ലാഞ്ച്ഡ് കണക്ഷൻ, ഈ ഫിഗറിൽ കാണുന്ന പോലെ ഫ്ലാഞ്ച്ഡ് കണക്ഷൻ കണ്ടില്ലേ?
ഇതാണ് ഫ്ലാൻജ്ഡ് കണക്ഷൻ. ഇതൊരു പൈപ്പാണ്, ഇത് മറ്റേ പൈപ്പാണ്. ഈ രണ്ടും കൂടെ യോജിപ്പിച്ച ഭാഗം ശ്രദ്ധിച്ചില്ലേ? ഇതാണ് ഫ്ലാഞ്ച്. അപ്പൊ ഒന്നെങ്കിൽ ഫ്ലാൻജ്ഡ് ജോയിന്റ് ആവാം, അല്ലെങ്കിൽ ഇതുപോലെ സ്പൈഗോട്ട് ആൻഡ് സോക്കറ്റ് ജോയിന്റ് ആവാം. പിന്നെ അതുപോലെ എക്സ്പാൻഷൻ ജോയിന്റ്സ് ആർ യൂസ്ഡ് അറ്റ് അപ്രോപ്രിയേറ്റ് പ്ലേസസ്. അപ്പൊ നമ്മുടെ കാസ്റ്റ് അയൺ പൈപ്പ് ചൂട് കാരണം എക്സ്പാൻഡ് ചെയ്യാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? എക്സ്പാൻഷൻ ജോയിന്റുകൾ വിടണം പൈപ്പിന്റെ ഇടയിൽ, എന്നാലേ അതിന് വികസിക്കാൻ സാധിക്കൂ. Standard lengths of centrifugally cast pipes with flanged ends as per ISI 1536 are എത്രയാണ് സ്റ്റാൻഡേർഡ് കൊടുക്കുന്ന ലെങ്ത്? എത്രയാണ് ഓരോ പൈപ്പിനും? 2 മീറ്റർ അല്ലെങ്കിൽ 2.8 മീറ്റർ, 3 മീറ്റർ, 4 മീറ്റർ, 4.88 മീറ്റർ, 5 മീറ്റർ ആൻഡ് 5.5 മീറ്റർ. അതാണ് എന്ത്? ഫ്ലാൻജ്ഡ്. അതായത് ഈ ഒരു കണക്ഷനിൽ കൊടുക്കുകയാണെങ്കിൽ നമ്മൾ കൊടുക്കുന്ന സ്റ്റാൻഡേർഡ് ലെങ്ത്, ഒരു പൈപ്പിന്റെ നീളം ഒന്നെങ്കിൽ 2 മീറ്റർ ആവാം, 2.8 മീറ്റർ ആവാം, 3 മീറ്റർ ആവാം. അതായത് 2.5 മീറ്റർ കൊടുക്കുന്നില്ല കേട്ടോ. അതൊരു സ്റ്റാൻഡേർഡ് ലെങ്ത് ആണ്. 2 മീറ്റർ, 2.8 അല്ലെങ്കിൽ 3 അല്ലെങ്കിൽ 4 അങ്ങനത്തെ സ്റ്റാൻഡേർഡ് ലെങ്ത് ആയിരിക്കും. അതുപോലെ സോക്കറ്റ് ആൻഡ് സ്പൈഗോട്ട് ജോയിന്റ് ആണെങ്കിൽ, അതായത് ഈ ടൈപ്പ് ജോയിന്റ് ആണെങ്കിൽ 3.66 മീറ്റർ, 4 മീറ്റർ, 4.8 മീറ്റർ അല്ലെങ്കിൽ 5.5 മീറ്റർ. ഇതാണ് നമ്മൾ കൊടുക്കുന്ന സ്റ്റാൻഡേർഡ് ലെങ്ത്. പിന്നെ ഈ കാസ്റ്റ് അയൺ പൈപ്പിന് ഇറ്റ് ക്യാൻ വിത്ത്സ്റ്റാൻഡ് പ്രഷേഴ്സ് അപ് ടു 20 to 30 കിലോഗ്രാം പെർ സെന്റിമീറ്റർ സ്ക്വയർ. ഇത്ര പ്രഷർ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റും. അതായത് 2 to 3 ന്യൂട്ടൺ പെർ mm സ്ക്വയർ. അതാണ് അത്രയും പ്രഷർ ഈ ഒരു പൈപ്പിന് താങ്ങാൻ സാധിക്കും. To protect the pipes from formation of tubercules and to reduce frictional losses, treatment by Angus Smith process or cement mortar lining is done. ഈ ട്യൂബർക്കിൾസ് എന്ന് പറയുന്നത് നമ്മുടെ പൈപ്പിന്റെ ഉള്ളില് നമ്മൾ കണ്ടിട്ടുണ്ടാവും. ചില പൈപ്പിന്റെ ഒക്കെ ഉള്ളില് ഇങ്ങനെ എന്തൊക്കെയോ ഒട്ടിപ്പിടിച്ചതുപോലെ ട്യൂബ് പോലെ ഫോം ചെയ്തിട്ട്, ഞാൻ പഴയ ഫിഗർ ഉണ്ട്, അത് അപ്പൊ പറഞ്ഞു തരാം. അപ്പൊ അങ്ങനത്തെ ട്യൂബർക്യൂൾസ് ഫോം ചെയ്യാതിരിക്കാൻ നമ്മൾ എന്താ ചെയ്യുന്നത്? ലൈനിങ് കൊടുക്കും. ഈ പൈപ്പിന് പ്രോപ്പർ ലൈനിങ് കൊടുക്കും. അപ്പൊ നമുക്ക് ആ ഒരു ട്യൂബർക്യൂൾസിന് തടയാൻ സാധിക്കും. ഈ കാസ്റ്റ് അയൺ പൈപ്പ് ആയതുകൊണ്ട് കൊറോഷൻ ഒക്കെ വരാൻ സാധ്യത ഉണ്ട് അല്ലേ? അപ്പൊ തുരുമ്പിക്കൊക്കെ ചെയ്യുമ്പോൾ ഇങ്ങനെ ഓരോ ട്യൂബർക്യൂൾസ് വരും. ഞാൻ കാണിച്ചു തരാം എന്താണ് ട്യൂബർക്യൂൾസ് എന്ന് കേട്ടോ. അപ്പൊ അത് പ്രൊട്ടക്ട് ചെയ്യാൻ നമ്മൾ എന്താ ചെയ്യാം? പ്രോപ്പർ ലൈനിങ് കൊടുക്കും. ഓക്കെ. അപ്പൊ എന്താണ് അഡ്വാൻറ്റേജസ് ഓഫ് കാസ്റ്റ് അയൺ പൈപ്പ്? ഇറ്റ് ഈസ് സ്ട്രോങ് ആൻഡ് ക്യാൻ ബെയർ ഹെവി എക്സ്റ്റേണൽ ലോഡ് ആൻഡ് ഇന്റേണൽ പ്രഷർ. എക്സ്റ്റേണൽ ലോഡ് താങ്ങാൻ പറ്റും, അതുപോലെ തന്നെ ഇന്റേണൽ പ്രഷർ, അതിന്റെ ഉള്ളിൽ ഉണ്ടാവുന്ന പ്രഷറും താങ്ങാൻ സാധിക്കും. ഇറ്റ് ഈസ് ഡ്യൂറബിൾ ആണ് ആൻഡ് ലാസ്റ്റ് ഫോർ എ ലോങ് ടൈം. അതായത് 100 കൊല്ലം വരെ ലൈഫ് കിട്ടുന്ന പൈപ്പാണ് കാസ്റ്റ് അയൺ പൈപ്പ്. പിന്നെ അത് എക്കണോമിക്കൽ ആണ്. ഇറ്റ് ക്യാൻ ബി ഈസിലി ജോയിന്റഡ്. നമുക്ക് ഈസിലി നേരത്തെ കാണിച്ച സ്പൈഗോട്ട് ആൻഡ് സോക്കറ്റ് ജോയിന്റ്, അതുപോലെ ഫ്ലാൻജ്ഡ് ജോയിന്റ് ഒക്കെ ചെയ്യാൻ എളുപ്പമാണ്. ഇറ്റ് ഈസ് റെസിസ്റ്റന്റ് ടു കൊറോഷൻ. നമ്മൾ അതിനെ കൊറോഷൻ റെസിസ്റ്റന്റ് ആക്കുകയാണ്. പക്ഷേങ്കിൽ ഡിസഡ്വാൻറ്റേജ് എന്തൊക്കെയാണ്? ഈ കാണുന്നതാണ് ട്യൂബർക്യുലേഷൻ. കണ്ടോ? അതായത് ഇങ്ങനെ ഓരോ പൈപ്പിന്റെ ഉള്ളില് ഫോം ചെയ്യുന്ന ഈ ഒരു മെറ്റീരിയൽ കണ്ടില്ലേ? ഇതാണ് ട്യൂബർക്യുലേഷൻ എന്ന് പറയുന്നത്. ഇത് നമുക്ക് ലൈനിങ് കൊടുത്തു കഴിഞ്ഞാൽ തടയാൻ സാധിക്കും. ഇറ്റ് ഈസ് ലൈക്ലി ടു ബ്രേക്ക് ഡ്യൂറിങ് ട്രാൻസ്പോർട്ടേഷൻ. കാസ്റ്റ് അയണിന്റെ പ്രശ്നം എന്താണ്? ഈ കാസ്റ്റ് അയൺ ബ്രിട്ടിൽ ആണ് അല്ലെ? അതായത് നമ്മളെ ബ്രിട്ടിൽ എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പൊ നമ്മുടെ കുപ്പി ഗ്ലാസ് നിലത്ത് വീണാ പൊട്ടും അല്ലെ? അപ്പൊ അതുപോലെ പൊട്ടുന്ന ഒരു സാധനമാണ് ഈ കാസ്റ്റ് അയൺ. പെട്ടെന്ന് പൊട്ടിപ്പോവും. അപ്പൊ നമ്മള് ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോൾ അങ്ങനെ പൊട്ടിപ്പോവാൻ സാധ്യതയുണ്ട്.
പിന്നെ അതുപോലെ due to tuberculation the inside surface becomes rough and consequently water carrying capacity is reduced. അപ്പൊ ഈ ട്യൂബർക്കുലേഷൻ നമ്മൾ ലൈനിങ് കൊടുത്തില്ലെങ്കിൽ എന്ത് പറ്റും? ഇങ്ങനെ ട്യൂബർക്കുലേഷൻ ഉണ്ടാവും. അങ്ങനെ ആയാൽ അതിലുള്ള വെള്ളം ക്യാരി ചെയ്യാനുള്ള സ്ഥലം കുറയും അല്ലേ? അതായത് water carrying capacity is reduced. When the diameters are large, pipes become heavy and uneconomical. ഒരുപാട് വലിയ പൈപ്പുകൾ, വലിയ ഡയമീറ്റർ പൈപ്പാണ് ഉപയോഗിക്കുന്നതെങ്കിൽ എന്ത് പറ്റും? അതിന്റെ വെയിറ്റ് കൂടും, അതുപോലെ അത് അൺഎക്കണോമിക്കലായി മാറും, ലാഭകരമല്ലാതെ ആയി മാറും. It cannot be used for high pressures above 7 kg/cm². അതായത് 7 kg/cm² കൂടുതൽ പ്രഷർ ഉള്ള സ്ഥലങ്ങളിൽ ഇത് ഉപയോഗിക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ ഇതാണ് കുറച്ച് ഡിസഡ്വാൻറ്റേജസ് ഓഫ് കാസ്റ്റ് അയൺ പൈപ്പ്. ഇനി അടുത്തത് സ്റ്റീൽ പൈപ്പുകളാണ്. സ്റ്റീൽ പൈപ്പ് കണ്ടില്ലേ? It is used for trunk and main lines and also for inverted siphons. നമുക്ക് വാട്ടർ സപ്ലൈ ഒക്കെ ചെയ്യുമ്പോൾ മെയിൻ പൈപ്പ്, എന്താണ് മെയിൻ പൈപ്പ് എന്ന് പറയുന്നത്? നമ്മുടെ ട്രീറ്റ്മെന്റ് പ്ലാന്റിൽ നിന്ന് ആദ്യം കൊടുക്കുന്ന പൈപ്പ്, പുറമേക്ക് ആദ്യം കൊടുക്കുന്ന പൈപ്പിനെയാണ് മെയിൻ പൈപ്പ് എന്ന് പറയാം. പിന്നെ അതിൽ നിന്ന് വരുന്ന ബാക്കിയുള്ള പൈപ്പുകളെയൊക്കെ ബ്രാഞ്ച് പൈപ്പ് അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടറീസ് എന്നൊക്കെയാണ് പറയാം. അപ്പൊ ഈ മെയിൻ ലൈനില് കൊടുക്കാൻ പറ്റുന്ന പൈപ്പാണ് സ്റ്റീൽ പൈപ്പ്. പിന്നെ അതുപോലെ തന്നെ ഇൻവേർട്ടഡ് സൈഫൺസിലും കൊടുക്കാം. ഇൻവേർട്ടഡ് സൈഫൺ എന്ന് വെച്ചാൽ, നമ്മൾ സൈഫൺ എന്ന് പറഞ്ഞാൽ ഒരു യു ട്യൂബ് ആണ്. അതായത് നമ്മൾ യു ഷേപ്പില്ലേ? അപ്പൊ യു എങ്ങനെ എഴുതുക? ഇങ്ങനെയല്ലേ യു എഴുതുക? ഈ യു തിരിച്ച് എഴുതുക, ഇങ്ങനെ തിരിച്ച് യു ഷേപ്പ്. അതാണ് ഒരു സൈഫൺ എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് സൈഫൺ ഷേപ്പ്. അപ്പൊ ഇൻവേർട്ടഡ് സൈഫൺ എന്ന് പറയുമ്പോൾ ആ യു നേരെ തിരിച്ചിടുക. അപ്പൊ ഇതാണ് ഇൻവേർട്ടഡ് സൈഫൺ. അപ്പൊ ഇങ്ങനെ, അതായത് ഇപ്പൊ ഒരു റെയില് പോകുന്നുണ്ട് അല്ലെങ്കിൽ ഒരു റോഡ് പോകുന്നുണ്ട്. അപ്പൊ നമുക്ക് ആ ഒരു പൈപ്പ്, നമ്മൾ ഇപ്പൊ ഒരു പൈപ്പ് ഇങ്ങനെ കൊടുക്കുകയാണ് നമ്മള്. അപ്പൊ നേരെ കൊടുക്കാൻ സാധിക്കില്ല, കാരണം മുകളിലൊരു റോഡ് പോകുന്നുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ആ പൈപ്പ് ഒന്ന് അടിയിലേക്ക് ചെരിച്ചെടുക്കും അല്ലെ? അപ്പൊ ആ ഒരു ഷേപ്പിനെയാണ് ഇൻവേർട്ടഡ് സൈഫൺ എന്ന് പറയും. അപ്പൊ അങ്ങനത്തെ പൈപ്പുകൾക്കൊക്കെ നല്ലതാണ് എന്ത്? സ്റ്റീൽ പൈപ്പ്. പിന്നെ അതുപോലെ ലാർജ് ഡയമീറ്റർ പൈപ്സ് ആർ മാനുഫാക്ചർഡ് ബൈ വെൽഡിംഗ് ദ ഷീറ്റ് വെൽഡ് ചെയ്തിട്ടാണ് വലിയ വലിയ ഡയമീറ്റർ ഉള്ള സ്റ്റീൽ പൈപ്പുകളൊക്കെ ഉണ്ടാക്കുന്നത്. It is coated with anti-corrosive coating or cement mortar or concrete. അപ്പോൾ anti-corrosive coating കൊടുക്കുന്നുണ്ട്. ഈ സ്റ്റീൽ പൈപ്പിന് തുരുമ്പിക്കാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യും? anti-corrosive ആയിട്ടുള്ള കോട്ടിംഗ് കൊടുക്കും. അതായത് സിമെന്റ് മോർട്ടാർ ഒക്കെ വെച്ച് നമ്മൾ അതൊന്ന് കോട്ട് ചെയ്യും. അപ്പൊ അതിന് കൊറോഷൻ വരില്ല, തുരുമ്പിക്കില്ല. The pipes laid above ground are subjected to temperature stresses and hence require expansion joint. അപ്പൊ ഈ ഒരു പൈപ്പ് ഗ്രൗണ്ടിന് മുകളിലൂടെയാണ് ഇടുന്നതെങ്കിൽ വികസിക്കാൻ സാധ്യതയുണ്ട് അല്ലേ? ചൂട് കാരണം, നമ്മുടെ ടെമ്പറേച്ചർ വേരിയേഷൻ കാരണം വികസിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എന്ത് വേണം? വികസിക്കാൻ സാധ്യതയുള്ള എല്ലാ സ്ഥലങ്ങളിലും നമ്മൾ കൊടുക്കുന്നതാണ് എക്സ്പാൻഷൻ ജോയിന്റ്. അതെന്തും ആയിക്കോട്ടെ. ഇപ്പൊ നമ്മളൊരു റോഡ് പണിയാണ്, അപ്പൊ ആ റോഡിൽ നമ്മൾ എക്സ്പാൻഷൻ ജോയിന്റ് കൊടുക്കും. ഓക്കെ, കാരണം അതിലുള്ള ബാർസ് ഒക്കെ വികസിക്കാൻ സാധ്യത ഉണ്ടെങ്കിൽ നമ്മൾ എക്സ്പാൻഷൻ ജോയിന്റ്സ് കൊടുക്കും. അതുപോലെ നമ്മളൊരു ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ അതിലുള്ള മെറ്റീരിയൽസ് വികസിക്കാൻ സാധ്യത ഉണ്ടാവും. അപ്പൊ അവിടെയൊക്കെ നമ്മൾ കൊടുക്കുന്നതാണ് എക്സ്പാൻഷൻ ജോയിന്റ്. അപ്പൊ അതുപോലെ ഈ സ്റ്റീൽ പൈപ്പിനും നമ്മൾ എക്സ്പാൻഷൻ ജോയിന്റ്സ് കൊടുക്കും. പിന്നെ അതുപോലെ തിക്നെസ് ഇസ് ഓൺലി half to 1/3 of that of cast iron pipe. കണ്ടില്ലേ ഇതിന്റെ തിക്നെസ്, ഈ പൈപ്പിന്റെ തിക്നെസ് കണ്ടോ? തിക്നെസ് ഓഫ് ദ പൈപ്പ് എന്ന് പറയുന്നത് നമ്മുടെ നേരത്തെ പഠിച്ച കാസ്റ്റ് അയൺ പൈപ്പിനെക്കാട്ടിലും അതിന്റെ പകുതി
അല്ലെങ്കിൽ 1/3 തിക്നെസ്സേ വരുന്നുള്ളൂ അല്ലേ? കുറേം കൂടെ തിന്നാണ് നമ്മുടെ സ്റ്റീൽ പൈപ്പ്സ്. ഇപ്പൊ എന്താ സ്റ്റീൽ പൈപ്പിന്റെ അഡ്വാൻറ്റേജസ്? ഇറ്റ് ഈസ് സ്ട്രോങ്ങർ ആൻഡ് ചീപ്പർ ദാൻ കാസ്റ്റ് അയൺ പൈപ്പ്സ്. കാസ്റ്റ് അയൺ പൈപ്പുകളെക്കാട്ടിലും സ്ട്രോങ് ആണ്, അതുപോലെ ചീപ്പാണ് അല്ലെ, അധികം പൈസ വരുന്നില്ല. ഇറ്റ് ക്യാൻ വിത്ത്സ്റ്റാൻഡ് ഹയർ ഇന്റേണൽ പ്രഷർ. കൂടുതൽ ഇന്റേണൽ പ്രഷർ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ സാധിക്കും. പിന്നെ അതുപോലെ ലൈറ്റ് വെയിറ്റ് ആണ്, അതുകൊണ്ട് തന്നെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ എളുപ്പമാണ്. നമുക്ക് ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ എളുപ്പമാണ്. ഇറ്റ് ഈസ് ഒബ്റ്റൈനബിൾ ഇൻ ലാർജർ ലെങ്ത്, thus minimizing the number of joint. അപ്പൊ നമുക്ക് എത്ര വലിയ ലെങ്ത്തിൽ വേണമെങ്കിലും സ്റ്റീൽ പൈപ്പ് കിട്ടും. അതുകൊണ്ട് എന്താണ്, നമുക്ക് ആ ഒരു ജോയിന്റ് കുറയ്ക്കാൻ സാധിക്കും. ഈ ജോയിന്റ് കുറയ്ക്കുന്നതാണ് നമുക്ക് ഏറ്റവും നല്ലത് അല്ലെ? ഇപ്പൊ നമുക്ക് ജോയിന്റ് ഉണ്ടെന്ന് വെക്കാം, അപ്പൊ ആ ജോയിന്റിലൂടെ ലീക്കിന് ചാൻസ് ഉണ്ട്. നമ്മൾ ജോയിന്റ് ടൈറ്റ് ആക്കിയില്ലെങ്കിൽ അവിടെ ചാൻസസ് ഓഫ് ലീക്ക് വരാം. അങ്ങനെ പല പ്രശ്നങ്ങൾ വരാം ആ ഒരു ജോയിന്റിന്. അതുകൊണ്ട് ജോയിന്റ് ഏറ്റവും കുറയ്ക്കുന്നതാണ് നമുക്ക് നല്ലത്. Particularly convenient when ground likely to subside, as they can resist tensile stress effectively. അതായത് ഗ്രൗണ്ട് വീഴാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ, അതായത് ഉദ്ദേശിച്ചത് എന്താണ്, നമ്മുടെ ലാൻഡ് സ്ലൈഡ്, ഉരുൾപൊട്ടലും അങ്ങനത്തെ വരാവുന്ന, എന്നുവെച്ചാൽ എന്താ ഗ്രൗണ്ട്, അതെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ, വീഴാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിലൊക്കെ ഈ സ്റ്റീൽ പൈപ്പാണ് ഏറ്റവും നല്ലത്. കാരണം ഈ സ്റ്റീൽ പൈപ്പിന് ടെൻസൈൽ സ്ട്രെസ്സസ് റെസിസ്റ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അത് നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലെ? സ്റ്റീൽ ഇസ് ഗുഡ് ഇൻ ടെൻഷൻ. നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ RCC ഒക്കെ പഠിക്കുമ്പോൾ അല്ലെ? കോൺക്രീറ്റില് നമുക്ക് കോൺക്രീറ്റ് കംപ്രഷൻ ആണ് റെസിസ്റ്റ് ചെയ്യുക, സ്റ്റീല് ടെൻഷൻ ആണ് റെസിസ്റ്റ് ചെയ്യുക അല്ലെ? അപ്പൊ സ്റ്റീലിന് നല്ലോണം ടെൻസൈൽ സ്ട്രെസ്സസ് റെസിസ്റ്റ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഇങ്ങനെ സ്ലൈഡിംഗ് ഗ്രൗണ്ട് ഉള്ള സ്ഥലങ്ങളിലൊക്കെ സ്റ്റീൽ പൈപ്പുകളാണ് ഉപയോഗിക്കാൻ ഏറ്റവും നല്ലത്. പിന്നെ എന്താണ് അതിന്റെ ഡിസഡ്വാൻറ്റേജസ്? ഇറ്റ് ഈസ് സസ്കെപ്റ്റബിൾ ഫോർ കൊറോഷൻ. അപ്പൊ സ്റ്റീലിന് കൊറോഷൻ സംഭവിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ അതിനു വേണ്ടിയാണ് നമ്മൾ ആന്റി കൊറോസീവ് മെറ്റീരിയൽസ് ഉപയോഗിക്കുന്നത് അല്ലെ? It is susceptible for distortion under combined action, external load and possible internal vacuum caused by the rapid emptying of the pipe. അതായത് അതിന്റെ ഷേപ്പ് ഡിസ്റ്റോർഷൻ അണ്ടർ എന്ന് വെച്ചാൽ ആ ഒരു സ്റ്റീൽ പൈപ്പിന്റെ ഷേപ്പിൽ വ്യത്യാസം വരാൻ സാധ്യതയുണ്ട്. എപ്പോ? എക്സ്റ്റേണൽ ലോഡ് അതുപോലെ ഇന്റേണൽ പ്രഷർ എല്ലാം കൂടി വന്നു കഴിഞ്ഞാൽ ആ ഒരു സ്റ്റീൽ പൈപ്പിന്റെ ഷേപ്പ്, ഇപ്പൊ നമ്മുടെ സർക്കുലർ സ്റ്റീൽ പൈപ്പിന് ഒന്ന് ചളങ്ങിയതുപോലെയൊക്കെ ആവാനുള്ള സാധ്യതയുണ്ട്. ലൈഫ് ഇസ് ഷോർട്ട് അൺലെസ് പ്രൊട്ടക്റ്റഡ് ബൈ സ്പെഷ്യൽ കോട്ടിംഗ്. അപ്പൊ നമ്മൾ നല്ലൊരു ലൈനിങ് കൊടുത്താലേ നല്ല ലൈഫ് കിട്ടും, അല്ലെങ്കിൽ അതിന് അത്ര ലൈഫ് ഇല്ല. സ്റ്റീൽ പൈപ്പിന്റെ ലൈഫ് വളരെ കുറവാണ്. പിന്നെ അടുത്ത പൈപ്പാണ് പ്ലെയിൻ കോൺക്രീറ്റ് ആൻഡ് RCC പൈപ്പ് അല്ലെ? കോൺക്രീറ്റ് പൈപ്പുകൾ ഇന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലെ? കോൺക്രീറ്റ് പൈപ്പ്സ്. അപ്പൊ ഈ കോൺക്രീറ്റ് പൈപ്പ് എന്ന് പറയുമ്പോൾ അത് പ്ലെയിൻ കോൺക്രീറ്റ് ആവാം, അല്ലെങ്കിൽ RCC പൈപ്പുകളും ഉണ്ട്, അതായത് റീഇൻഫോഴ്സ്ഡ് സിമെന്റ് കോൺക്രീറ്റ് പൈപ്പ്. അപ്പൊ RCC പൈപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഈ കോൺക്രീറ്റ് പൈപ്പിന്റെ ഉള്ളില് കമ്പി വെച്ചിട്ടുണ്ടാവും അല്ലെ? കമ്പി വെച്ച് ലോഞ്ചിറ്റ്യൂഡനലിയും അതുപോലെ ട്രാൻസ്വേഴ്സ് കമ്പികൾ വെച്ച് കൊടുക്കുന്ന പൈപ്പാണ് RCC പൈപ്പ്. ഇപ്പൊ കോൺക്രീറ്റ് പൈപ്സ് മേ ബി പ്ലെയിൻ, റീഇൻഫോഴ്സ്ഡ് ഓർ പ്രീസ്ട്രെസ്ഡ്. എന്താണ് പ്രീസ്ട്രെസ്ഡ് കോൺക്രീറ്റ് എന്ന് വെച്ചാല്? പ്രീസ്ട്രെസ്ഡ് കോൺക്രീറ്റ് എന്ന് വെച്ചാല് നമ്മൾ ഈ കോൺക്രീറ്റ് പൈപ്പിനെ നമ്മളിപ്പോ ഞാനൊരു എക്സാമ്പിൾ പറയാം. ഇപ്പൊ നിങ്ങളൊരു ബിൽഡിങ്ങില് ഒരു ബീം ഉണ്ടാക്കുകയാണെന്ന് വിചാരിക്കുക.
അപ്പൊ നമ്മൾ ആ ഒരു ബീമിന് നമ്മൾ ലോഡ് കൊടുക്കുമ്പോൾ ആ ബീമിന് എന്ത് പറ്റും? അതിന്റെ അകത്ത് സ്ട്രെസ് ഡെവലപ്പ് ചെയ്യും അല്ലെ? നമ്മൾ ലോഡ് കൊടുക്കുമ്പോൾ ആ ഒരു ബീമിന് കംപ്രസീവ് സ്ട്രെസ്സും ടെൻസൈൽ സ്ട്രെസ്സും ഒക്കെ ഡെവലപ്പ് ചെയ്യും. അപ്പൊ നമ്മൾ ഈ ഒരു സ്ട്രെസ് ഡെവലപ്പ് ചെയ്യുന്നതിനെ തടയാൻ വേണ്ടി ചെയ്യുന്ന ഒരു കാര്യമാണ് പ്രീ സ്ട്രെസ്സിങ് എന്ന് പറയുന്നത്. ഒരുപക്ഷെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അല്ലെ? ഡിസൈനിലൊക്കെ പഠിച്ചിട്ടുണ്ടാവുമായിരിക്കും. അപ്പൊ ഈ പ്രീ സ്ട്രെസ്സിങ് എന്ന് പറയുന്നത് നമ്മൾ ആദ്യമേ ബീം ബിൽഡിങ്ങിൽ കൊടുക്കുന്നതിന് മുന്നേ നമ്മൾ എന്ത് ചെയ്യും? ഈ ഒരു ബീമിനെ കംപ്രസ് ചെയ്ത് കംപ്രസീവ് ഫോഴ്സസ് അങ്ങ് കൂട്ടും. ബീമില് നല്ലോണം കംപ്രസീവ് ഫോഴ്സസ് കൂട്ടും. എന്നിട്ട് നമ്മൾ ഈ ബീം ബിൽഡിങ്ങിൽ വെക്കും. വെച്ച് കഴിഞ്ഞ് പിന്നെ എക്സ്റ്റേണൽ ലോഡ് വരാൻ തുടങ്ങുമല്ലോ. ആ വരാൻ തുടങ്ങുമ്പോൾ വരുന്ന ടെൻസൈൽ ഫോഴ്സസ് മുഴുവൻ ഈ കംപ്രഷനിൽ കോമ്പൻസേറ്റ് ആയി പോകും. നമ്മൾ ആദ്യം കൊടുത്ത കംപ്രസീവ് ഫോഴ്സസ് ഒക്കെ ഈ ടെൻഷനെ ന്യൂട്രലൈസ് ചെയ്യും. ആ ഒരു ഫിനോമിനനെയാണ് പ്രീ സ്ട്രെസ്സിങ് എന്ന് പറയുന്നത്. അപ്പൊ അത് നമ്മൾ ഈ പൈപ്പിലൊക്കെ ചെയ്യുന്നതാണ് പ്രീ സ്ട്രെസ്സിങ്. നമ്മൾ ആദ്യം ഒരു സ്ട്രെസ് കൊടുക്കും. അപ്പൊ നമുക്ക് എന്താന്ന് വെച്ചാൽ പിന്നെ വരുന്ന ടെൻസൈൽ ഫോഴ്സസിനെ ആ ഒരു കംപ്രഷൻ താങ്ങും. മനസ്സിലായില്ലേ? ആ ഒരു കംപ്രഷൻ ആ ടെൻഷനെ ന്യൂട്രലൈസ് ചെയ്യും, ബാലൻസ് ചെയ്യും. ഓക്കെ, അപ്പൊ ടെൻഷൻ നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. ആ ഒരു കോൺക്രീറ്റിൽ കിട്ടാവുന്ന ടെൻഷൻ കുറയ്ക്കാൻ സാധിക്കും. കാരണം കോൺക്രീറ്റിന് നമുക്കറിയാം അല്ലെ, കംപ്രഷൻ ആണ് താങ്ങാൻ പറ്റുക, ടെൻഷൻ പറ്റില്ല. അപ്പൊ നമുക്ക് എത്രത്തോളം ആ ഒരു കോൺക്രീറ്റിൽ ടെൻഷൻ കുറയ്ക്കാൻ സാധിച്ചോ അത്രത്തോളം നല്ലതാണ്. അപ്പൊ അതിനു വേണ്ടി ചെയ്യുന്നതാണ് പ്രീ സ്ട്രെസ്സിങ്. ഓക്കെ, പിന്നെ അതുപോലെ ഫോർ സ്മോൾ ഡയമീറ്റേഴ്സ് അപ് ടു 610 mm പ്ലെയിൻ കോൺക്രീറ്റ് ഇസ് യൂസ്ഡ്. അപ്പൊ ഡയമീറ്റർ മാറുന്നതിനനുസരിച്ച് ഒരു 610 mm അതായത് 61 സെന്റിമീറ്റർ ഡയമീറ്റർ ഉള്ള പൈപ്പ് വരെ നമുക്ക് പ്ലെയിൻ കോൺക്രീറ്റ് മതി. പക്ഷേങ്കിലോ ലാർജ് ഡയമീറ്റേഴ്സ് അപ് ടു 2.5 മീറ്റർ, അപ്പൊ 610 mm മുതൽ 2.5 മീറ്റർ വരെ ഉള്ള പൈപ്പുകൾക്ക് നമ്മൾ എന്ത് ചെയ്യും? റീഇൻഫോഴ്സ് ചെയ്യും, കമ്പി വെച്ച് റീഇൻഫോഴ്സ് ചെയ്യും. പിന്നെ ഫോർ ഹെഡ്സ് ഗ്രേറ്റർ ദാൻ 30 മീറ്റർ pre-stressed concrete pipes of diameter 0.08 to 1.8 meters are used. അതായത് നമ്മുടെ വെള്ളത്തിന്റെ ആഴം, നമ്മൾ എടുക്കുന്ന സോഴ്സിന്റെ നിന്നുള്ള വെള്ളത്തിന്റെ ആഴം 30 മീറ്ററിൽ കൂടുതലാണെങ്കിൽ നമ്മൾ ഈ പ്രീ സ്ട്രെസ്ഡ് കോൺക്രീറ്റ് പൈപ്പുകളാണ് ഉപയോഗിക്കുക. അതിന്റെ ഡയമീറ്റർ 0.08 to 1.8 മീറ്റർ, അതായത് 8 സെന്റിമീറ്റർ മുതൽ 1.8 മീറ്റർ വരെ ഉള്ള ഡയമീറ്റർ ഉള്ള പൈപ്സ്, പ്രീ സ്ട്രെസ്ഡ് പൈപ്പുകൾ ആണ് ഉപയോഗിക്കുക. ഈ RCC പൈപ്പുകളെക്കാട്ടിലും ഇഫക്റ്റീവ് ആണ്, ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ടെക്നോളജി ആണ് കേട്ടോ പ്രീ സ്ട്രെസ്ഡ് പൈപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ RCC pipes are provided with circumferential rings steel rods as main reinforcement and longitudinal binders are tied to them. അപ്പൊ RCC പൈപ്പിൽ സർക്കംഫറൻഷ്യൽ റിങ്ങുകൾ കണ്ട, കുറെ റിങ്സ് കൊടുക്കും. ഏത്? സ്റ്റീൽ റോഡ് വെച്ചിട്ട് റിങ്, ആ കമ്പി വെച്ച് റിങ് കൊടുക്കും. അതാണ് അതിന്റെ മെയിൻ റീഇൻഫോഴ്സ്മെന്റ്. പിന്നെ ലോഞ്ചിറ്റ്യൂഡിനലി കൊടുക്കുന്നത് അതിന്റെ ബൈൻഡേഴ്സ്. Okay. For the pipes to resist high pressure, 2 sets of circumferential rings are provided. അപ്പൊ വലിയ ഹൈ പ്രഷർ ഉള്ള പൈപ്പുകളിൽ 2 സെറ്റ് എന്തുണ്ട്? നമ്മുടെ സർക്കംഫറൻഷ്യൽ റിങ് കൊടുക്കുന്നുണ്ട്. These pipes can be either precast or cast in situ pipe. Precast എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ ഇത് മുന്നേ കാസ്റ്റ് ചെയ്ത് സൈറ്റിലേക്ക് കൊണ്ടുവരാം, അല്ലെങ്കിൽ സൈറ്റിൽ നിന്ന് തന്നെ നമുക്ക് കാസ്റ്റ് ചെയ്ത് ഉണ്ടാക്കാം. അതിനെയാണ് കാസ്റ്റ് ഇൻ സിറ്റു എന്ന് പറയുന്നത്. കാസ്റ്റ് ഇൻ ദ സൈറ്റ് അല്ലെ, സൈറ്റിൽ കാസ്റ്റ് ചെയ്യുന്നതാണ് ഇത്. നമ്മൾ ഷോപ്പിൽ കാസ്റ്റ് ചെയ്ത് സൈറ്റിലേക്ക് കൊണ്ടുവരുന്നതാണ്. They are available in diameters ranging from 8 to 120 centimeters. അപ്പോൾ ഡയമീറ്റർ എത്രയാണ്?
8 മുതൽ 1.2 മീറ്റർ, 8 സെന്റിമീറ്റർ മുതൽ 1.2 മീറ്റേഴ്സ് വരെയാണ് എന്ത് നമ്മളെ കോൺക്രീറ്റ് പൈപ്പിന് കൊടുക്കുന്ന ഡയമീറ്റർ. അപ്പൊ അഡ്വാൻറ്റേജസ് ഓഫ് കോൺക്രീറ്റ് പൈപ്പ് എന്തൊക്കെയാണ്? ഇറ്റ് ഈസ് സ്ട്രോങ് ആൻഡ് ക്യാൻ റെസിസ്റ്റ് എക്സ്റ്റേണൽ ലോഡ്. ഒരുപാട് എക്സ്റ്റേണൽ ലോഡ് താങ്ങാൻ പറ്റും. ഡ്യൂറബിൾ ആണ്. 75 കൊല്ലം വരെ നിൽക്കും. നമ്മുടെ കാസ്റ്റ് അയൺ പൈപ്പ് എത്ര കൊല്ലം നിൽക്കുമായിരുന്നു? 100 കൊല്ലം വരെ നിൽക്കുമായിരുന്നു അല്ലെ? അപ്പൊ നമ്മുടെ കോൺക്രീറ്റ് പൈപ്പ് 75 കൊല്ലം വരെ നിൽക്കും. Its inside surface can be made smooth and reduce frictional losses. ഉള്ളിലെ സർഫസ് നമ്മൾ സ്മൂത്ത് ആക്കും, ലൈനിങ് ഒക്കെ കൊടുത്ത് സ്മൂത്ത് ആക്കും. അപ്പൊ നമുക്ക് അവിടുത്തെ ഫ്രിക്ഷൻ കുറയ്ക്കാൻ സാധിക്കും. It is easy to construct, ഉണ്ടാക്കാൻ എളുപ്പമാണ്. പിന്നെ അതുപോലെ ഇതിന് എക്സ്പാൻഷൻ ജോയിന്റിന്റെ ആവശ്യമില്ല. It do not require expansion joint. ഈ ഒരു പൈപ്പില് എക്സ്പാൻഷൻ നടക്കാൻ സാധ്യതയില്ല. പിന്നെ അതുപോലെ it is not susceptible for corrosion. ഇവിടെ തുരുമ്പിക്കാനും സാധ്യതയില്ല, കാരണം കോൺക്രീറ്റ് ആണ് അല്ലെ? കോൺക്രീറ്റ് തുരുമ്പിക്കില്ലല്ലോ. ഓക്കെ, പിന്നെ എന്തൊക്കെയാണ് ഡിസഡ്വാൻറ്റേജസ്? ഇറ്റ് ഈസ് ഹെവി ആൻഡ് ബൾക്കി ആൻഡ് ഹെൻസ് ഡിഫിക്കൽട്ട് ടു ഹാൻഡിൽ ആൻഡ് ട്രാൻസ്പോർട്ട്. അപ്പൊ ഒരുപാട് വെയിറ്റ് കൂടിയതാണ് കോൺക്രീറ്റ് അല്ലെ? കോൺക്രീറ്റ് പൈപ്പിന് നല്ല വെയിറ്റ് ഉണ്ട്. അതുകൊണ്ട് ഹാൻഡിൽ ചെയ്യാനും അതുപോലെ ട്രാൻസ്പോർട്ട് ചെയ്യാനും ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് എത്തിക്കാനും ബുദ്ധിമുട്ടാണ്. It tends to leak due to shrinkage and crack. അപ്പൊ ലീക്കിന് സാധ്യതയുണ്ട്, കാരണം ഈ കോൺക്രീറ്റ് ചുരുങ്ങും അല്ലെ? ചുരുങ്ങാൻ സാധ്യതയുണ്ടല്ലോ കോൺക്രീറ്റ്. അതുപോലെ ക്രാക്ക്, വിള്ളൽ വരാനും സാധ്യതയുണ്ട്. നമ്മുടെ ബിൽഡിങ്ങിൽ തന്നെ നമുക്കറിയാം, കോൺക്രീറ്റില് ക്രാക്ക് വീഴാം അല്ലെ? ക്രാക്ക് വീണ് അതുവഴി ലീക്കേജ് സംഭവിക്കും. അപ്പൊ അത് തന്നെ പൈപ്പിന്റെ കേസിലും സംഭവിക്കാം. It corrode in the presence of acidic, alkaline and sulfur containing waters. അപ്പൊ നമ്മളിപ്പോ ആ പൈപ്പിന് ഉള്ളിലൂടെ വിടുന്ന വെള്ളം അസിഡിക് ആണെങ്കിൽ അല്ലെങ്കിൽ ആൽക്കലൈൻ ആണെങ്കിൽ, ഇപ്പൊ ഉപ്പുവെള്ളമൊക്കെ ആണെന്ന് വെക്കാം, അപ്പൊ അങ്ങനത്തെ സാഹചര്യങ്ങളിലൊക്കെ എന്താണ് ആ ഒരു പൈപ്പ് കൊറോഡ് ചെയ്യാൻ സാധ്യതയുണ്ട്. പിന്നെ അതുപോലെ ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു റിപ്പയർ. അത് റിപ്പയർ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. എവിടെയെങ്കിലും ഒരു പ്രശ്നം വന്നാൽ അതൊന്ന് ശരിയാക്കാൻ ബുദ്ധിമുട്ടാണ്. ജോയിനിങ് ദ പൈപ്സ് ഇസ് സ്ലൈറ്റ്ലി ഡിഫിക്കൽട്ട്. പൈപ്പ്, രണ്ട് പൈപ്പുകൾ തമ്മിൽ ജോയിൻ ചെയ്യാനും ബുദ്ധിമുട്ടാണ്. നമ്മൾ നേരത്തെ പഠിച്ച കാസ്റ്റ് അയൺ പൈപ്പ് ഓർമ്മയില്ലേ? കാസ്റ്റ് അയൺ പൈപ്പിൽ ഏതൊക്കെ ജോയിന്റുകളാണ് നമ്മൾ പഠിച്ചത്? 2 ജോയിന്റ്സ് പഠിച്ചല്ലേ? സ്പൈഗോട്ട് ആൻഡ് സോക്കറ്റ് ജോയിന്റും ഫ്ലാഞ്ച്ഡ് ജോയിന്റും. അപ്പൊ അതില് നമ്മൾ പറഞ്ഞത് ജോയിൻ ചെയ്യാൻ എളുപ്പമാണ് എന്നുള്ളത്. നേരെ മറിച്ച് കോൺക്രീറ്റ് പൈപ്പ് ജോയിൻ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇങ്ങനെ കമ്പയർ ചെയ്ത് പഠിക്കുക. അപ്പൊ മനസ്സിലാവും ഒരു പൈപ്പ് നമ്മൾ എന്തിനാണ് ഉപയോഗിക്കുന്നത്, മറ്റേത് എന്തുകൊണ്ടാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളത് നമുക്ക് വേർതിരിക്കാൻ സാധിക്കും. ഇനി അടുത്തതാണ് ആസ്ബെസ്റ്റോസ് സിമെന്റ് പൈപ്പ്. Asbestos cement pipe made of asbestos fibers and cement. നിങ്ങൾക്ക് ഈ ആസ്ബെസ്റ്റോസ് ഷീറ്റ് ഒക്കെ അറിയില്ലേ? നമ്മുടെ മുകളിലിടുന്ന എന്താണ് റൂഫിങ്ങിനൊക്കെ കൊടുക്കുന്ന ഷീറ്റ്, ആസ്ബെസ്റ്റോസ് ഷീറ്റ്. അപ്പൊ അതിൽ ഉപയോഗിക്കുന്ന ആ മെറ്റീരിയലും സിമെന്റും കൂടെ കൂട്ടിയിട്ടാണ് നമ്മൾ എന്തുണ്ടാക്കുന്നത്? ആസ്ബെസ്റ്റോസ് സിമെന്റ് പൈപ്പ് ഉണ്ടാക്കുന്നത്. It is manufactured by rotating a steel mandrel on which a mixture of cement and asbestos fibers mixed into paste to the desired thickness and compacted between steel pressure rods. അതായത് ഒന്നുമില്ല, ഈ സ്റ്റീൽ മാൻഡ്രൽ എന്നൊക്കെ പറഞ്ഞാൽ ഒരു സ്റ്റീലിന്റെ ഒരു റോഡ് ഉണ്ട്. അപ്പൊ ആ റോഡിന്റെ മുകളിലേക്ക് നമ്മൾ ഈ ഒരു പേസ്റ്റ് ഇങ്ങനെ തേച്ച് ആ ഒരു റോഡ് ഇങ്ങനെ റോൾ ചെയ്തിട്ടാണ് ഈ ഒരു പൈപ്പ് ഉണ്ടാക്കി എടുക്കുന്നത് എന്നാണ് പറയുന്നത്. ഓക്കെ, it is available in different diameters from 5 to 90 centimeter and about 4 meter length. അപ്പൊ ആസ്ബെസ്റ്റോസ് സിമെന്റിന്റെ ഡയമീറ്റർ എത്രയാണ്? 5 മുതൽ 90 സെന്റിമീറ്റർ വരെയാണ് ഡയമീറ്റർ.
പിന്നെ അതിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 4 മീറ്റർ ലെങ്ത് ആണ് വരുന്നത്. നേരത്തെ നമ്മൾ പഠിച്ച പൈപ്പിലൊക്കെ നമ്മൾ പറഞ്ഞു അല്ലേ, എത്രയാണ് ലെങ്ത് വരുന്നത് എന്നൊക്കെ കണ്ടു. 2 മീറ്റർ 2.8 മീറ്റർ എന്നൊക്കെ പറഞ്ഞ ലെങ്ത് കണ്ടു. ഇതിൽ അതുപോലെ 4 മീറ്റർ ലെങ്തിലാണ് ആസ്ബസ്റ്റോസ് സിമെന്റ് പൈപ്പ് വരുന്നത്. ഏകദേശം 4 മീറ്റർ. Okay. It is made in 4 grades to withstand pressures of 3.5 to 14 kg per centimeter square. അപ്പോൾ ഇതിന്റെ പ്രഷർ വിത്ത്സ്റ്റാൻഡിങ് കപ്പാസിറ്റി എത്രയാണ്? 3.5 to 14 kg per centimeter square ആണ്. നേരത്തെ നമ്മൾ കണ്ട കാസ്റ്റ് അയണിന്റെ എത്രയായിരുന്നു? 20 to 30 kg per centimeter square ആയിരുന്നു. അപ്പോൾ ഈ ആസ്ബസ്റ്റോസ് സിമെന്റ് പൈപ്പിന് അധികം പ്രഷർ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഇറ്റ് ഈസ് ജോയിൻഡ് ബൈ സിംപ്ലെക്സ് ജോയിന്റ് ഓർ കാസ്റ്റ് അയൺ ഡിറ്റാച്ചബിൾ ജോയിന്റ്. ഈ CI ഡിറ്റാച്ചബിൾ ജോയിന്റ് ആണ് കാണിച്ചിട്ടുള്ളത്. കണ്ടോ, ഇങ്ങനെ നമുക്ക് 2 പൈപ്പുകൾ തമ്മിൽ ഇങ്ങനെ ജോയിൻ ചെയ്യാം. ഇവിടെ ഒരു സ്ക്രൂ കൊടുത്ത് ജോയിൻ ചെയ്യാം. ഡിറ്റാച്ചബിൾ ആണ്, അതായത് നമുക്ക് ഈ സ്ക്രൂ അഴിച്ചെടുത്താൽ നമുക്ക് ഈ 2 പൈപ്പ്, ഇവിടെ ഒരു പൈപ്പ് ഉണ്ടാവും, ഇപ്പുറത്തെ സൈഡിൽ ഒരു പൈപ്പ് ഉണ്ടാവും. അപ്പൊ അത് 2 പൈപ്പ്സും നമുക്ക് വേർതിരിച്ചെടുക്കാൻ സാധിക്കും. അതാണ് കാസ്റ്റ് അയൺ ഡിറ്റാച്ചബിൾ ജോയിന്റ്. ഡിറ്റാച്ച് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പൊ ഇതിന്റെ അഡ്വാൻറ്റേജ് എന്തൊക്കെയാണ്? ഇറ്റ് ഈസ് വെരി ലൈറ്റ് ആൻഡ് ഈസി ടു ഹാൻഡിൽ ആൻഡ് ട്രാൻസ്പോർട്ട്. ഇപ്പൊ ലൈറ്റ് വെയിറ്റ് ആണ്, എക്കണോമിക്കൽ ഇൻ ലേയിങ് ആൻഡ് ജോയിന്റിങ്. അപ്പോൾ നമ്മൾ അത് ലേ ചെയ്യാൻ, അതായത് ആസ്ബസ്റ്റോസ് സിമെന്റ് പൈപ്പ് വെക്കാൻ കാശ് കുറവാണ് അല്ലെ, എക്കണോമിക്കൽ ആണ്. പിന്നെ അതുപോലെ ഹൈലി റെസിസ്റ്റന്റ് ടു കൊറോഷൻ, ട്യൂബർക്കുലേഷൻ ആക്ഷൻ ഓഫ് ആസിഡ്, ആൽക്കലി ആൻഡ് ഇലക്ട്രോളിസിസ്. ഇവിടെ കൊറോഷനും നടക്കാൻ സാധ്യത കുറവാണ്. അതുപോലെ തന്നെ ട്യൂബർക്കുലേഷൻ. എന്താണ് ട്യൂബർക്കുലേഷൻ? നേരത്തെ നമ്മൾ കണ്ടില്ലേ പൈപ്പിന്റെ ഉള്ളില് ഒരു പ്രൊജക്ഷൻസ് വന്നത്, അതാണ് ട്യൂബർക്കുലേഷൻ. അപ്പൊ അങ്ങനത്തെ പോസിബിലിറ്റിയും കുറവാണ്. Coefficient of expansion is low and hence expansion joints are not required. ഇതിലും എന്ത് വേണ്ട? എക്സ്പാൻഷൻ ജോയിന്റിന്റെ ആവശ്യമില്ല. നേരത്തെ നമ്മൾ പഠിച്ച കോൺക്രീറ്റ് പൈപ്പിലും ആവശ്യമില്ല അല്ലെ. ഇതിലും സിമെന്റ് വെച്ചാണ് നമ്മൾ ചെയ്യുന്നത്, ആസ്ബസ്റ്റോസും സിമെന്റും. അതുകൊണ്ട് ഇതിലും എന്ത് വേണ്ട? എക്സ്പാൻഷൻ ജോയിന്റ് വേണ്ട. കാരണം ഇതിന്റെ കോഎഫിഷ്യന്റ് ഓഫ് എക്സ്പാൻഷൻ ഇസ് ലോ. കോഎഫിഷ്യന്റ് ഓഫ് എക്സ്പാൻഷൻ ഒരു വാല്യൂ ആണ്. ഓക്കെ, എത്രത്തോളം ഒരു മെറ്റീരിയലിനെ എക്സ്പാൻഡ് ചെയ്യാം എന്നുള്ള വാല്യൂ ആണ്. അപ്പൊ ആ ഒരു വാല്യൂ കുറവാണ്. ഓക്കെ, പിന്നെ ഇൻസൈഡ് സർഫസ് ഇസ് വെരി സ്മൂത്ത് ആൻഡ് പ്രൊവൈഡ് ലെസ് റെസിസ്റ്റൻസ് ടു ഫ്ലോ. അപ്പോൾ ഉള്ളിലെ സർഫസ് സ്മൂത്ത് സർഫസ് ആണ്, ഫ്രിക്ഷൻ ഇല്ല. ഓക്കെ, അതുകൊണ്ട് വെള്ളമൊക്കെ ഒഴുകാൻ എളുപ്പമാണ്, കുറച്ചും കൂടെ ഫാസ്റ്റ് ആയിട്ട് ഒഴുകും. പിന്നെ ഇറ്റ് ഈസ് സ്യൂട്ടബിൾ ഫോർ സ്മോൾ സൈസ് ഡിസ്ട്രിബ്യൂഷൻ പൈപ്സ്. ചെറിയ പൈപ്പുകൾ എവിടെയാണോ വേണ്ടത് അവിടെയാണ് നമ്മൾ ആസ്ബസ്റ്റോസ് സിമെന്റ് പൈപ്പ് ഉപയോഗിക്കുക. ഇറ്റ് ക്യാൻ ബി ഈസിലി ഡ്രിൽഡ് ആൻഡ് ടാപ്ഡ് ഫോർ കണക്ഷൻ. അപ്പൊ കണക്ട് ചെയ്യാൻ എളുപ്പമാണ്. ഓക്കെ, കോൺക്രീറ്റ് പൈപ്പ് ബുദ്ധിമുട്ടായിരുന്നു അല്ലെ, ഈ പൈപ്പ് എളുപ്പമാണ്. ക്യാൻ ബി കട്ട് ഈസിലി ടു എനി ലെങ്ത് ആൻഡ് ജോയിന്റ്. നമുക്ക് കട്ട് ചെയ്ത് ജോയിൻ ചെയ്യാനൊക്കെ എളുപ്പമാണ് ആസ്ബസ്റ്റോസ് സിമെന്റ് പൈപ്പ്. ഇനി എന്താണ് ഡിസഡ്വാൻറ്റേജ്? ബ്രിട്ടിൽ ആണ്. നമ്മുടെ കാസ്റ്റ് അയൺ പൈപ്പ് പോലെ പൊട്ടാൻ എളുപ്പമുള്ള പൈപ്പാണ് ബ്രിട്ടിൽ. ആൻഡ് ഹെൻസ് അൺസ്യൂട്ടബിൾ ഇൻ സിറ്റുവേഷൻസ് സബ്ജക്റ്റഡ് ടു വൈബ്രേഷൻ ആൻഡ് സബ്സിഡൻസ്. എവിടെയൊക്കെ വൈബ്രേറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പൊ അതിനൊരു ഉദാഹരണമാണ് നമ്മുടെ റോഡിന്റെ താഴെ കൂടെ പോകുന്ന പൈപ്പ് ലൈൻസ്. ഇപ്പൊ റോഡിന്റെ താഴെ ഇടുന്ന പൈപ്പ് ലൈൻസിനൊക്കെ വൈബ്രേഷന് സാധ്യതയുണ്ട് അല്ലെ. വണ്ടി പോകുന്നതിനനുസരിച്ച് ചെറിയൊരു ഇളക്കം തട്ടാൻ സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനത്തെ സ്ഥലങ്ങളിലൊന്നും ഏത് പറ്റില്ല? ആസ്ബസ്റ്റോസ് സിമെന്റ് പൈപ്പ് പറ്റില്ല. It is liable for damage by excavating tools or during transportation. അപ്പോൾ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന സമയത്തും അതുപോലെ നമ്മൾ കുഴിച്ച് അത് വെക്കുന്ന സമയത്തൊക്കെ എന്തെങ്കിലും ഡാമേജ്, കേടുപാട് വരാൻ സാധ്യതയുണ്ട്. പിന്നെ കോസ്റ്റ്ലി ആണ്.
കാരണം ആസ്ബസ്റ്റോസ് ഫൈബർ അല്ലേ ഉപയോഗിക്കുന്നത്, അതുകൊണ്ട് തന്നെ അത് കോസ്റ്റ് കൂടുതലായിരിക്കും. ഇറ്റ് കനോട്ട് ബി യൂസ്ഡ് ഫോർ ഹൈ പ്രഷർ. വളരെ കൂടിയ പ്രഷർ ഒന്നും ഉപയോഗിക്കാൻ പറ്റില്ല. നമ്മൾ കണ്ടു 3.5 to 14 kg/cm² വരെ ഇത് ഉപയോഗിക്കാൻ പറ്റും അല്ലേ. നേരെ മറിച്ച് കാസ്റ്റ് അയൺ ആണെങ്കിൽ 20 to 30 kg/cm² വരെ ഉപയോഗിക്കാമായിരുന്നു. So this cannot be used for high pressure. ഇനി അടുത്തതാണ് ഗാൽവനൈസ്ഡ് അയൺ പൈപ്പ്, GI പൈപ്പ്. GI പൈപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? നേരത്തെ ആദ്യം പറഞ്ഞത് കാസ്റ്റ് അയൺ ആണ് അല്ലെ, ഇത് ഗാൽവനൈസ്ഡ് അയൺ. ഇപ്പൊ സ്റ്റീൽ ഓർ റോത്ത് അയൺ ആൻഡ് ദ ഇൻസൈഡ് ആൻഡ് ഔട്ട്സൈഡ് സർഫസസ് ആർ ഗാൽവനൈസ്ഡ്. അപ്പൊ ഇത് എന്ന് പറയുന്ന സ്റ്റീൽ അല്ലെങ്കിൽ റോത്ത് അയൺ വെച്ച് നമ്മൾ ഉണ്ടാക്കിയിട്ട് ഉള്ളില് ഗാൽവനൈസ് ചെയ്യും. ഗാൽവനൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ സിങ്കിന്റെ ഒരു കോട്ടിങ് കൊടുക്കുക, അതിനെയാണ് ഗാൽവനൈസിങ് എന്ന് പറയുന്നത്. അപ്പൊ ആ ഗാൽവനൈസ്ഡ് അയൺ പൈപ്പില് കൊറോഷൻ ഉണ്ടാവില്ല, അതിനു വേണ്ടിയാണ് നമ്മൾ ഗാൽവനൈസ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് വൈഡ്ലി യൂസ്ഡ് ഫോർ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ആൻഡ് സർവീസ് കണക്ഷൻസ്. അപ്പൊ വീട്ടിലെ സർവീസ് കണക്ഷൻസിനും അതുപോലെ വെള്ളത്തിന്റെ ഡിസ്ട്രിബ്യൂഷനും ഒക്കെ നമുക്ക് എന്തുപയോഗിക്കാം? ഗാൽവനൈസ്ഡ് അയൺ പൈപ്പ് ഉപയോഗിക്കാം. Diameter varies from 6 to 75 centimeters. 6 to 75 centimeter ആണ് ഡയമീറ്റർ. നമ്മുടെ കാസ്റ്റ് അയണിന്റെ ഒക്കെ 1.2 meters വരെ ഉണ്ടായിരുന്നു അല്ലേ ഡയമീറ്റർ. അപ്പൊ ഇത് കുറവാണ്, ഡയമീറ്റർ പൊതുവെ കുറവാണ്. Suitable for hard water and are not used in case of soft water. അപ്പൊ നമ്മുടെ ഹാർഡ് വാട്ടറിനാണ് പൊതുവെ ഗാൽവനൈസ്ഡ് അയൺ പൈപ്പ് ഉപയോഗിക്കുന്നത്, സോഫ്റ്റ് വാട്ടേഴ്സിന് ഉപയോഗിക്കുന്നില്ല. എന്താണ് സോഫ്റ്റ് വാട്ടർ, എന്താണ് ഹാർഡ് വാട്ടർ? നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുമല്ലോ അല്ലെ. ഹാർഡ് വാട്ടർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ സോപ്പ് പതയാത്ത വെള്ളം, എത്ര നമ്മൾ സോപ്പ് ഇട്ട് തേച്ചാലും പത വരില്ല, അങ്ങനത്തെ വെള്ളമാണ് ഹാർഡ് വാട്ടർ. ഹാർഡ് വാട്ടർ പൊതുവെ കേരളത്തിലൊന്നും ഉണ്ടാവില്ല, കേരളത്തില് പൊതുവെ സോഫ്റ്റ് വാട്ടർ ആണ് കാണാറ്. സോപ്പ് പതയും അല്ലെ. നേരെ മറിച്ച് നമ്മള് നോർത്തിലേക്കൊക്കെ പോയാല്, നോർത്ത് ഇന്ത്യയിലൊക്കെ പോയാല് കാണുന്ന വെള്ളമൊക്കെ ഹാർഡ് വാട്ടർ ആയിരിക്കും. ഓക്കെ, അതിലൊന്നും സോപ്പ് പതയില്ല, കാരണം ആ വെള്ളത്തിൽ ഉള്ള ചില മിനറൽസിന്റെ ഒരു കോൺസെൻട്രേഷന്റെ വ്യത്യാസമാണ്. കാൽഷ്യം, മെഗ്നീഷ്യം അയൺസ് ഒക്കെ ഉള്ളത് കൊണ്ടാണ് വെള്ളം ഹാർഡായത്. ഓക്കെ, അപ്പൊ അഡ്വാൻറ്റേജസ് ഓഫ് ഗാൽവനൈസ്ഡ് അയൺ പൈപ്പ് എന്താണ്? ചീപ്പാണ്, ലൈറ്റ് ഇൻ വെയിറ്റ്, വെയിറ്റ് കുറവാണ്, ഈസി ടു ഹാൻഡിൽ, ട്രാൻസ്പോർട്ട് ആൻഡ് ജോയിൻ, ഉപയോഗിക്കാനും ട്രാൻസ്പോർട്ട് ചെയ്യാനും അതുപോലെ രണ്ട് പൈപ്പുകൾ തമ്മിൽ ജോയിൻ ചെയ്യാനും എളുപ്പമാണ്. അഡ്വാൻറ്റേജസ്ലി യൂസ്ഡ് വെയർ ചാൻസസ് ഓഫ് കൊറോഷൻ ഇസ് മോർ. കൊറോഷന് സാധ്യത കൂടുതലുള്ള സ്ഥലങ്ങളിലൊക്കെ നമ്മൾ ഗാൽവനൈസ്ഡ് അയൺ പൈപ്പാണ് ഉപയോഗിക്കുന്നത്. കാരണം GI പൈപ്പ് കൊറോഷൻ വരില്ല, നമ്മൾ പഠിച്ചല്ലോ, നമ്മളത് ഗാൽവനൈസ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഈ കടൽ തീരങ്ങളിലൊക്കെ അവിടെ കൊറോഷന് സാധ്യത കൂടുതലാണ്. അപ്പൊ അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ ഗാൽവനൈസ്ഡ് അയൺ പൈപ്പ്സ് ഉപയോഗിക്കാം. അതിന് ഡിസഡ്വാൻറ്റേജ് എന്താണ്? ഇറ്റ്സ് യൂസ്ഫുൾ ലൈഫ് ഇസ് ഷോർട്ട്, ലൈഫ് കുറവാണ്, അതായത് 10 കൊല്ലം വരെയേ ഉള്ളൂ അല്ലെ. നമ്മുടെ കാസ്റ്റ് അയൺ പൈപ്പ് 100 കൊല്ലം ഉണ്ടായിരുന്നു, കോൺക്രീറ്റ് പൈപ്പ് 75 കൊല്ലം ഉണ്ടായിരുന്നു. നേരെ മറിച്ച് GI പൈപ്പിന്റെ വെറും 10 കൊല്ലം അതിന് ലൈഫ് സ്പാൻ ഉള്ളൂ, പിന്നെ കേടുവരും, പെർഫോമൻസ് കിട്ടില്ല. നമ്മൾ എന്തിനാണോ ആ പൈപ്പ് ഉണ്ടാക്കിയത് അപ്പോൾ ഉള്ള ഒരു പെർഫോമൻസ് ഉണ്ടാവില്ല 10 കൊല്ലം കഴിഞ്ഞാൽ. ഓക്കെ, ഇറ്റ് ഈസ് എക്കണോമിക്കൽ ഓൺലി ഫോർ സ്മോൾ ഡയമീറ്റേഴ്സ്. ചെറിയ ഡയമീറ്ററിന് മാത്രമേ ലാഭകരമായിട്ടുള്ളൂ. ഓക്കെ, ഇറ്റ് ഈസ് ലയബിൾ ഫോർ ഇൻക്രസ്റ്റേഷൻ ഇൻ അസിഡിക് ആൻഡ് ആൽക്കലൈൻ വാട്ടേഴ്സ്. ഇൻക്രസ്റ്റേഷൻ എന്ന് വെച്ചാല് നേരത്തെ പറഞ്ഞ ട്യൂബർക്കുലേഷൻ പോലെ തന്നെ ഒരു ലെയർ ഫോം ചെയ്യാം. ഈ അസിഡിക് വാട്ടർ അല്ലെങ്കിൽ ആൽക്കലൈൻ വാട്ടർ ആണ് പൈപ്പിലൂടെ ഒഴുകുന്നതെങ്കിൽ അവിടെ ഒരു ലെയർ ഫോം ചെയ്യും. ആ ഒരു പൈപ്പിന്റെ മെറ്റീരിയലിന്റെ മുകളിൽ ഒരു ലെയർ ഫോം ചെയ്യും, അതിനെയാണ് ഇൻക്രസ്റ്റേഷൻ എന്ന് പറയാം. അപ്പൊ അതിന് സാധ്യതയുണ്ട്. ഓക്കെ, ഇനി അവസാനത്തെ നമ്മൾ പഠിച്ചത് പ്ലാസ്റ്റിക് പൈപ്പാണ്.
Plastic is a modern material and can be used for the manufacture of pipe also. അല്ലെ പ്ലാസ്റ്റിക് ഇപ്പൊ എന്ത് സാധനവും പ്ലാസ്റ്റിക്കിന്റെ രൂപത്തിൽ കിട്ടുന്നുണ്ട് അല്ലെ എന്താണെങ്കിലും. അപ്പൊ നമുക്ക് പൈപ്പും പ്ലാസ്റ്റിക് പൈപ്പുകൾ ഉണ്ടാക്കാൻ സാധിക്കും. മെയിൻലി നമുക്ക് 3 ടൈപ്പ് പൈപ്പുകളാണുള്ളത്. PVC പൈപ്പ്, LDPE പൈപ്പ്, HDPE പൈപ്പ്. PVC പൈപ്പ് എന്ന് പറഞ്ഞാൽ പോളി വിനൈൽ ക്ലോറൈഡ്. നിങ്ങൾ മുന്നേ പഠിച്ചിട്ടുണ്ടാവും അല്ലേ, സ്കൂളിലൊക്കെ പഠിച്ചിട്ടുള്ള എക്സ്പാൻഷൻ ആണ് PVC എന്ന് പറഞ്ഞാൽ പോളി വിനൈൽ ക്ലോറൈഡ്. അതുപോലെ ലോ ഡെൻസിറ്റി polythene pipe, high density polythene pipe. But the PVC and HDPE pipes are becoming increasingly popular. PVC pipe ഉം HDPE പൈപ്പും ആണ് ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. It is resistant to most of the inorganic acids, alkalis and salts as well as many organic chemicals. അപ്പോൾ അത് ആസിഡ്, ആൽക്കലി, സോൾട്ട് ഇതിനൊക്കെ റെസിസ്റ്റന്റ് ആണ്. അപ്പോൾ പൈപ്പിലൂടെ ആസിഡ് വാട്ടർ അല്ലെങ്കിൽ ആൽക്കലൈൻ വാട്ടർ വിട്ടാലൊന്നും വലിയ പ്രശ്നം വരില്ല. നമ്മൾ നേരത്തെ പറഞ്ഞ GI പൈപ്പിലുള്ള ഇൻക്രസ്റ്റേഷൻ പോലത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. Rigid PVC pipes and high density polythene pipes have been used for water distribution systems, mostly ranging from 15 to 150 mm dia and occasionally up to 350 mm. പൊതുവെ PVC പൈപ്പ് ഒക്കെ നമ്മൾ എന്തിനാ ഉപയോഗിക്കുന്നത്? വാട്ടർ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം അല്ലെ, വെള്ളം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന പൈപ്പ് ലൈൻസ് ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. വിത്ത് ഡയമീറ്റർ എത്രയാണ്? 15 to 150 mm. ശ്രദ്ധിക്കണം, അതായത് 1.5 സെന്റിമീറ്റർ മുതൽ 15 സെന്റിമീറ്റർ വരെ. പിന്നെ എവിടം വരെ എത്രത്തോളം പോവാം? 35 സെന്റിമീറ്റർ വരെ PVC പൈപ്പിന്റെ ഡയമീറ്റർ പോവാം. അപ്പൊ എന്താണ് അഡ്വാൻറ്റേജ് പ്ലാസ്റ്റിക് പൈപ്പുകളുടെ? ചീപ്പാണ്, ഡ്യൂറബിൾ ആണ്, കുറെ കാലം നിൽക്കും അല്ലെ. ലൈറ്റ് വെയിറ്റ് ആണ്, ഹാൻഡിൽ ചെയ്യാൻ എളുപ്പമാണ്, ട്രാൻസ്പോർട്ട് ചെയ്യാൻ എളുപ്പമാണ്, കൊറോഷൻ ഉണ്ടാവില്ല. പിന്നെ അതുപോലെ ഇറ്റ് ക്യാൻ വിത്ത്സ്റ്റാൻഡ് ഡാമേജ് ഡ്യൂ ടു ഫ്രീസിങ് ആൻഡ് തോയിങ് ഓഫ് വാട്ടർ. അപ്പൊ പെട്ടെന്ന് തണുപ്പ് കൂടുക, കുറയുക, അങ്ങനത്തെ ഒരു അവസ്ഥയിലൊന്നും ഇത് ഡാമേജ് ആവില്ല അല്ലെ. ക്ലൈമാറ്റിക് ചേഞ്ചസ് പെട്ടെന്ന് എഫക്റ്റ് ചെയ്യില്ല. പിന്നെ ഇറ്റ് ഈസ് റെസിസ്റ്റന്റ് ടു ആസിഡ് സൊല്യൂഷൻസ് അപ് ടു അബൌട്ട് 10% കോൺസെൻട്രേഷൻ. ഒരുപാട് ആസിഡിക് ആണ് വീഴുന്ന വെള്ളമെങ്കിൽ പൈപ്പിന് കേടുപാട് വരാം. പക്ഷേങ്കിൽ 10% കോൺസെൻട്രേഷൻ വരെ ഒരു പ്രശ്നം ഉണ്ടാവില്ല. It have adequate strength and resist shock. ഷോക്ക് റെസിസ്റ്റ് ചെയ്യാൻ സാധിക്കും, സ്ട്രെങ്ത് ഉണ്ട്. അതുപോലെ ഫ്ലെക്സിബിൾ ആണ്, ഇലക്ട്രിക് ഇൻസുലേറ്റർ ആണ് അല്ലേ, അതായത് ഇലക്ട്രിസിറ്റി പാസ് ചെയ്യില്ല, നമുക്ക് ഷോക്ക് അടിക്കില്ല. പിന്നെ ഇറ്റ് ക്യാൻ ബി ഈസിലി ജോയിൻഡ്. നമുക്കറിയാം പ്ലാസ്റ്റിക് പൈപ്പുകൾ ജോയിൻ ചെയ്യാൻ എളുപ്പമാണ്, അതുകൊണ്ട് തന്നെ അതാണ് ഒരുപാട് ഇപ്പോൾ ഉപയോഗിക്കുന്നത് അല്ലേ. പിന്നെന്താണ് ഡിസഡ്വാൻറ്റേജ്? ഇറ്റ്സ് കോഎഫിഷ്യന്റ് ഓഫ് എക്സ്പാൻഷൻ ഇസ് ഹൈ ആൻഡ് ഷുഡ് നോട്ട് ബി ലേഡ് ഓൺ ഹോട്ട് സർഫസ് ഓർ ഇൻ ടു ക്ലോസ് പ്രോക്സിമിറ്റി ഓഫ് ഹോട്ട് വാട്ടർ പൈപ്പ്. ചൂടുവെള്ളത്തിന്റെ അടുത്തൊന്നും കൊണ്ടുവയ്ക്കരുത്, കാരണം ഇതിന്റെ കോഎഫിഷ്യന്റ് ഓഫ് എക്സ്പാൻഷൻ കൂടുതലാണ്, പെട്ടെന്ന് വികസിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ചൂട് സ്ഥലങ്ങളിലും അതുപോലെ ചൂടുവെള്ളത്തിനൊക്കെ നമ്മൾ ഇത് കൊടുക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. Some types of pipe may give taste and odor. ചില പൈപ്പുകളിൽ നമ്മൾ വെള്ളം വിട്ട് കഴിഞ്ഞാൽ ആ പൈപ്പിന്റെ ആ ഒരു ചൊയ ആ ഒരു വെള്ളത്തിലേക്ക് വരാൻ സാധ്യതയുണ്ട്. It's difficult to get pipes of uniform composition. അല്ലെ, ഒരേ കോമ്പോസിഷനിലുള്ള പൈപ്പ് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അതായത് ചില കോമ്പണൻസ് അതിൽ മാറ്റം സംഭവിക്കാം. പിന്നെ ഇറ്റ്സ് നോട്ട് സ്യൂട്ടബിൾ ഫോർ ഹോട്ട് വാട്ടർ സിസ്റ്റംസ്. നമ്മൾ പറഞ്ഞു ചൂടുവെള്ളത്തിനൊന്നും പറ്റില്ല. നോട്ട് സ്യൂട്ടബിൾ ഇൻ സോയിൽ കണ്ടെയ്നിങ് അറോമാറ്റിക് കോമ്പൗണ്ട്സ്. അപ്പോൾ നമ്മൾ മണ്ണിന്റെ അടിയിൽ കൂടെയൊക്കെ വെക്കുന്നുണ്ടെങ്കിൽ ആ മണ്ണിൽ അറോമാറ്റിക് കോമ്പൗണ്ട് ഉണ്ടെങ്കിൽ, അറോമാറ്റിക് കോമ്പൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താ, നിങ്ങൾ കെമിസ്ട്രിയിൽ പഠിച്ചിട്ടില്ലേ, റിംഗ് കോമ്പൗണ്ടുകൾ അല്ലേ. ഓരോ കോമ്പൗണ്ടിന് ഓരോ സ്ട്രക്ചർ ഉണ്ട്. നമുക്ക് ചെയിൻ സ്ട്രക്ചർ ഉണ്ട്, റിംഗ്, അതായത് ബെൻസീൻ റിംഗ് ഒക്കെ പഠിച്ചിട്ടില്ലേ.
അപ്പൊ ആ സബ്സ്റ്റൻസസ് ഒക്കെ ഉള്ള സോയിലൊക്കെ ആണെങ്കിൽ ഈ PVC പൈപ്പ് ഉപയോഗിക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ ഇതാണ് ഡിസഡ്വാൻറ്റേജസ്. അപ്പൊ ഇതൊക്കെയാണ് പൈപ്പിനെ കുറിച്ച്, പൈപ്പ് മെറ്റീരിയലുകളെ കുറിച്ച്. അപ്പൊ ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പൈപ്പിന്റെ ജോയിന്റുകളെ കുറിച്ച് പഠിക്കാം. കുറെ ജോയിന്റ്സ് ഉണ്ട്, പിന്നെ അതുപോലെ നമുക്ക് പൈപ്പ് എങ്ങനെ ലേ ചെയ്യാൻ പറ്റും എന്നുള്ളതൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. അപ്പൊ താങ്ക് യു.